ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നിനക്ക് ഇരുമ്പായുധം മതിയോ വജ്രായുധം വേണ്ടേ? പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. കാരണം ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് വജ്രായുധം. ഇരുമ്പോട്ടുള്ള ആയുധം, വജ്രം കൊണ്ടുള്ള ആയുധം തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതില്ല. ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് വജ്രായുധമുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകും. ഒന്ന്, സഹനത്തെ നാം വെറുക്കില്ല. അറിയാലോ, ദൈവമക്കൾ അവരുടെ ജീവിതത്തിൽ സഹനം വരുമ്പോൾ മുഖം പാടാതെ, നിരാശപ്പെടാതെ ആ സഹനം എടുത്ത് മുമ്പോട്ട് പോകാൻ വിളിക്കപ്പെട്ടവരാണ്. 2 തീമോത്തി 3:12 നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പീഡിപ്പിക്കപ്പെടും. മത്തായി 5:11-12 വചനങ്ങൾ. ഈ സഹനങ്ങളെല്ലാം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആനന്ദിച്ചാഹ്ലാദിക്കണം. അപ്പോൾ നിന്റെ പ്രതിഫലം വലുതായിരിക്കും. രണ്ടാമത്തെ കാര്യം, വജ്രായുധമുള്ളവര് ഒരിക്കലും ലോകത്തെ സ്നേഹിക്കത്തില്ല, സഹനത്തെ വെറുക്കില്ല, ലോകത്തെ സ്നേഹിക്കില്ല. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-16 വചനങ്ങൾ എടുക്കുമ്പോൾ, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ദൈവം നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശമാണ്. ഇതിന് നമ്മൾ വജ്രായുധം എടുക്കണം. ഇരുമ്പായുധം കൊണ്ട് നടന്നാൽ അത് സാധ്യമാകില്ല. മൂന്നാമതൊരു കാര്യമുണ്ട്, വജ്രായുധമുള്ളവരൊരിക്കലും ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തില്ല. ഗലാത്യർ 5:16 വായിച്ചാൽ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഇരുമ്പായുധമാണ് നമുക്കുള്ളത് എങ്കിൽ നിരന്തരം നമ്മൾ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്നവരുടെ ആ ഒരു ഗണത്തിൽപ്പെടും. ഈ ഒരു സന്ദേശം മനസ്സിലാക്കാൻ, കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഒരു മാർപ്പാപ്പ വലിയൊരു സന്ദേശം നൽകാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ച ഒരു ഉപമ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങളിങ്ങനെ ചിന്തിക്കുക, ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ പല ടൈപ്പ് മോതിരങ്ങൾ വെച്ചിട്ടുണ്ട്. എല്ലാം ഫ്രീയാ, ഏത് വേണമെങ്കിലും നിനക്കെടുക്കാം, ഫ്രീയാ, അതിന് പണമൊന്നും മുടക്കണ്ട, വിലയൊന്നും വെച്ചിട്ടില്ല. ചിലതൊക്കെ വെറും വേണേ വെള്ളി കൊണ്ടുള്ള മോതിരം, സാധാ മോതിരം. വേറെ ചിലത് വജ്രം പതിച്ച മോതിരം, അതിൻ്റെ വില നമുക്ക് ഊഹിക്കാം. ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടിയാൽ നീ ഏതെടുക്കും? നമുക്ക് അതിനകത്ത് അധികം ചിന്തിക്കാൻ വല്ലതും ഉണ്ടോ? നമ്മൾ അതിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് എടുക്കും. വജ്രം പതിച്ച മോതിരം ഉണ്ടെങ്കിൽ അതെടുക്കും. അതല്ല വെറും ഒരു വെള്ളി മോതിരം എടുത്തുകൊണ്ട് പോകാനായിട്ട് നമ്മൾ തയ്യാറായെന്ന് വരില്ല. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം ഇതാണ്, നീ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ കുർബാന കണ്ട് കുർബാന സ്വീകരണം പോലും നടത്താതെ നീ ഭവനത്തിലേക്ക് മടങ്ങുന്നെങ്കിൽ വജ്രം പതിച്ച മോതിരം എടുക്കാൻ അവസരം ഉണ്ടായിട്ട് അതെടുക്കാതെ നീ വെറും വെള്ളി മോതിരം എടുത്തുകൊണ്ട് പോയ പോലെയാണ്. എന്ന് പറഞ്ഞാൽ കുർബാന സ്വീകരണം, അതിൻ്റെ വില മനസ്സിലാക്കണമെന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അവിടെ നമുക്ക് കിട്ടുന്നത് വളരെ വിലയുറ്റ ഒരു സമ്മാനമാണ്. ബലിയർപ്പിക്കാൻ നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്ന ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് വളരെ വളരെ വിലപിടിപ്പുള്ള ഒരു കാര്യമാണ്. ഏതാണ്ട് ഇതുപോലെയാണ് വജ്രായുധം എടുക്കുന്നതിനെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ, ആദ്യമായിട്ട് തന്നെ ദൈവം തന്ന ചില മുന്നറിയിപ്പുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ദൈവം തന്ന മുന്നറിയിപ്പ്, ജോബിൻ്റെ പുസ്തകം 20-ാം അധ്യായം 24-ാമത്തെ വചനം. അവിടെ നമ്മൾ വായിക്കുന്നത്, ഇരുമ്പായുധത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറുമ്പോൾ പിച്ചള അസ്ത്രം നിന്റെ മേൽ പതിക്കും. ഇരുമ്പായുധത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറുമ്പോൾ അതിനേക്കാൾ ശക്തമായത് നിന്റെ നേരെ വരും. എപ്പോൾ സംഭവിക്കുന്ന പറഞ്ഞ്, നീ പണിയാത്ത ഭവനം, അന്യര് പണിത ഭവനം, അവരുടെ പണം കൊണ്ട്, അവർക്ക് വേണ്ടി അവരുണ്ടാക്കിയ പണം നീ നിന്റെ മസിൽ പവർ കൊണ്ട് പിടിച്ചെടുത്തു. അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് വരാൻ പോകുന്നത്, ഇരുമ്പായുധത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടാലും പിച്ചള ആയുധം നിന്റെ മേൽ തറയ്ക്കും എന്ന് ഈ വചനഭാഗം മുന്നറിയിപ്പ് തരികയാണ്. ജെറമ്യ 28:13 വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ ഒരുപക്ഷെ നിന്റെ സാമർഥ്യം കൊണ്ട് മരത്തിൻ്റെ നുകം ഒടിച്ചേക്കാം. നിന്റെ സാമർഥ്യം കൊണ്ട് നീ അനുസരിക്കാൻ തയ്യാറാകുന്നതിന് പകരം സാമർഥ്യം പ്രകടമാക്കി മരത്തിൻ്റെ ആ നുകം നീ ഒടിച്ചേക്കാം. അപ്പോൾ നിനക്ക് സംഭവിക്കാൻ പോകുന്നത്, ഇരുമ്പിൻ്റെ നുകം ഞാൻ നിന്റെ മേൽ വെച്ച് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്ത് അനുസരണമുള്ള വ്യക്തികളാകുന്നതിന് പകരം മറുതലിച്ചുകൊണ്ടിരുന്നാൽ, നമ്മുടെ സാമർഥ്യം കൊണ്ട് ഒരു പ്രശ്നത്തെ മാറ്റിയാലും അതിനേക്കാൾ വലിയ പ്രശ്നം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നുള്ളതാണ് അതിൻ്റെ സന്ദേശം. ജോഷുവയുടെ പുസ്തകം
10-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ പലര് ഒരുമിച്ച് ഇസ്രായേൽക്കാർക്കെതിരെ യുദ്ധത്തിന് വരുന്നതും ആ യുദ്ധം നയിക്കാൻ ജോഷുവയോട് ദൈവം നിർദ്ദേശിക്കുന്നതൊക്കെ കാണാൻ പറ്റും. ജോഷുവയ്ക്ക് മിന്നലാക്രമണം നടത്താനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തു. അത് കണ്ടിട്ട് ശത്രുക്കൾ വിരണ്ടോടുന്നത് കാണാൻ പറ്റും. ജോഷുവയ്ക്കും കൂടെ ഉണ്ടായിരുന്നവർക്കും ഒരുപാട് പേരെ വാളുകൊണ്ട് നിഗ്രഹിക്കാൻ പറ്റി, കൊല്ലാൻ പറ്റി. പക്ഷെ കുറേ പേരെല്ലാം ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഓടി രക്ഷപ്പെട്ടവരുടെ മേൽ ദൈവം ചെയ്ത ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അവർ വിചാരിച്ചു ആ ജോഷുവയുടെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടത് കൊണ്ട് ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന്. അവർ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് കൺമഴ അവരുടെ മേൽ പെയ്യിച്ച് അവരെ ദൈവം നിഗ്രഹിക്കുന്ന ഒരു രംഗം ഈ അധ്യായത്തിൽ കാണാൻ പറ്റും. അതാണ് ജോഷുവ 10-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക. നമ്മുടെ സാമർഥ്യം കൊണ്ട് ഒരു പ്രശ്നത്തെ നമ്മൾ അതിജീവിച്ചാലും അതിനേക്കാൾ വലിയൊരു പ്രശ്നം നമ്മുടെ നേരെ വരാം എന്നുള്ളത് ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇതുപോലെ തന്നെയാണ് എസെക്കിയേൽ 6-ാം അധ്യായം 12-ാമത്തെ വചനം എടുത്താൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, കുറേ ആളുകൾ വാളുകൊണ്ട് നിഗ്രഹിക്കപ്പെട്ടു. വേറെ ചിലർ അതിനകത്തുനിന്ന് രക്ഷപ്പെട്ടവർ പകർച്ചവ്യാധിയിൽ അവർ മരിക്കുന്നത് കാണാൻ പറ്റും. ഈ രണ്ടിൽ നിന്നും രക്ഷപ്പെട്ട കുറച്ച് പേരുണ്ടായിരുന്നു, അവർ ക്ഷാമം കൊണ്ട് മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ ഒന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് കൊണ്ട്, രണ്ടിൽ നിന്നും രക്ഷപ്പെട്ടത് കൊണ്ട് അവരുടെ അന്ത്യം ശുഭമായിരുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം അവരുടെ പാപത്തിൻ്റെ കെടുതി മൂലം വന്നതാണെന്ന് ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 2 ദിനവൃത്താന്തം 10-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള ആ വചനഭാഗം വായിച്ചാൽ ഇതുപോലെ മറ്റൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ചാട്ടയടി ഏൽക്കാത്തവന്, ചാട്ടയടി കൊണ്ട് ജീവിതത്തിൽ വരേണ്ട മാറ്റം വരുത്താത്തവന് മുൾച്ചാട്ട കൊണ്ടുള്ള അടിയുണ്ടാവും. അതാണ് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്കിനി മറ്റൊരു കാര്യം, ഉന്നതം മറക്കുന്നവർക്ക് ഇരുമ്പായുധം മതി. ഉന്നതമായ ഒരു ലക്ഷ്യം, സ്വർഗത്തിൽ പോകണമെന്നുള്ള ലക്ഷ്യമൊന്നും ഇല്ലെങ്കിൽ ചിലർക്ക് ഇരുമ്പായുധം അത് മതി എന്ന് പറയും. 1 കൊരിന്തോസ് 2:14 നമ്മൾ വായിക്കുന്നുണ്ട്, ലൗകിക മനുഷ്യർക്ക് ആത്മീയ കാര്യങ്ങളോട് താല്പര്യം വരില്ല, അവർക്കത് ഭോഷത്വമായ തോന്നും. യേശയ്യാ 22:13-14 വചനങ്ങൾ എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ സ്വർഗീയമായ ദർശനമില്ലാതിരുന്നവർ പറഞ്ഞു, നമുക്കിനി ഉള്ള ദിവസങ്ങൾ തിന്ന് കുടിച്ച് ആർമാദിക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സന്തോഷത്തിൽ ഒതുങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫിലിപ്പിയർ 3-ാം അധ്യായം 20-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മുടെ യഥാർത്ഥ ഭവനം സ്വർഗമാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ആ ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ ജീവിക്കാൻ തയ്യാറാകണം. ഉന്നതമായ ലക്ഷ്യം അത് ഉള്ള വ്യക്തികൾക്കാണ് ശരിക്കും പറഞ്ഞെന്നാൽ വജ്രായുധം ലക്ഷ്യമാക്കി അവരുടെ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുക. അവരുടെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ അവർ ലക്ഷ്യം വെക്കും, ഉന്നതമായ ലക്ഷ്യമുള്ളവര്. ഒന്ന്, മരണം വരെ സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം അവരെ ആഗ്രഹിക്കും. മരണാനന്തരം സ്വർഗം ആഗ്രഹിക്കും. മുന്നാസ്വാദനം നമുക്ക് വചനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, പ്രാർത്ഥനയിലൂടെയൊക്കെ സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം കിട്ടും. മരണാനന്തരം അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നതാണ് സ്വർഗം. ഈ ഒരു ലക്ഷ്യത്തോടു കൂടി ജീവിക്കുവാൻ വേണ്ട വജ്രായുധം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച നമുക്ക് ആ വചന നിറവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.